Hello. Hello. ഓക്കെ, എം ഫേവർ ലേണിംഗ് ആപ്പിലെ ഒരു പുതിയ ഹിസ്റ്ററി സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലേ, ഇന്ത്യൻ ഹിസ്റ്ററിയിലെ എന്താ പ്രധാനപ്പെട്ട റിവോൾട്ടുകളെ പറ്റിയാണ് അല്ലേ, പ്രധാനപ്പെട്ട റിവോൾട്ടുകളെ പറ്റിയാണ്. റിവോൾട്ടുകൾ അല്ലെങ്കിൽ അപ്രൈസിങ്സ് അല്ലെങ്കിൽ മ്യൂട്ടണീസ്, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റുന്ന കുറേ ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത്തരം ഭാഗങ്ങളെ പറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം അപ്രൈസിങ്സ് അതിപ്പോൾ എന്താ നമുക്ക് പ്രധാനമായിട്ടും ഇത്തരം അപ്രൈസിങ്സിന്, അതായത് ഒരു പോപ്പുലർ എന്താണ് ഒരു ഒരു ഡിസ്കണ്ടന്റ് ഉണ്ടായല്ലേ നമ്മുടെ ഈ ഒരു എന്താണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കീഴിൽ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമുക്കറിയാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന വിശേഷിപ്പിക്കുന്ന ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ പറയുന്ന ആ ഒരു എന്താണ് പ്രധാനപ്പെട്ട മ്യൂട്ടണിക്ക് ശേഷമാണല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഇന്ത്യയുടെ അല്ലെ അവരുടെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കോളനി ആയിട്ടുള്ള ഇന്ത്യയുടെ എന്താണ് ഭരണത്തിന് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷ് എന്താണ് ക്വീൻ അല്ലെ, ബ്രിട്ടീഷ് ക്വീൻ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഗവൺമെന്റിന്റെ കീഴിലാകുന്നത് 1857 ഈ ഒരു റിവോൾട്ടിന് ശേഷം 1858 നടക്കുന്ന ക്വീൻ എലിസബത്തിന്റെ ഒരു പ്രൊക്ലമേഷന് ശേഷമാണ് അല്ലെ, വിളംബരത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് മാറി പൂർണ്ണമായും എന്ത് ചെയ്യുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന കോളനി എന്ത് ചെയ്യും നമ്മുടെ ബ്രിട്ടീഷ് ക്വീനിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അണ്ടറിലാകുന്നത് ഈ ഒരു എന്താണ് മ്യൂട്ടണിക്ക് ശേഷമാണ്. എന്നാൽ ഇതിന് ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1757 എന്താണ് 1757 പ്രത്യേകത, എന്താണ് 1757 പ്രത്യേകത, 1757 പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസി അല്ലേ, ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്ന ഇയർ ആണ് 1757 എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 2-3 വർഷം കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുന്നുണ്ട് അല്ലെ, ബാറ്റിൽ ഓഫ് ബക്സർ എന്നാണ് ബാറ്റിൽ ഓഫ് ബക്സർ 1764. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു മിയർലി എന്താണ് ഒരു കച്ചവട താല്പര്യങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ഭരണത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ എന്താണ് ഏറ്റവും എന്താണ് വിലപിടിപ്പുള്ള എന്താണ് ഒരു പ്രോവിൻസ് ആയിട്ടുള്ള ബംഗാളിന്റെ ഭരണത്തിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണത്തിലേക്കും ഒക്കെ എന്താണ് നേരിട്ട് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു നികുതി നിയന്ത്രണം, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് രാജാക്കന്മാർ, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പ്രവിശ്യകളിലുള്ള രാജാക്കന്മാർ അല്ലെങ്കിൽ ജമീന്ദാർസ് അല്ലെങ്കിൽ ട്രൈബ്സ്, ഇവരുടെയൊക്കെ എന്താണ് ദൈനംദിന കാര്യങ്ങളിലേക്കും ഇവരുടെ എന്താണ് സെറ്റിൽമെന്റിലും ഒക്കെ എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചുമത്താൻ തുടങ്ങിയത്. ഒരു കച്ചവട താല്പര്യങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ഭരണത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, അവര് ചേക്കേറുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ 1764 ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷമാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് മേജർ ആയിട്ടുള്ള ഇത്തരം അപ്രൈസിങ്സിന്റെ ഒക്കെ നമ്മൾ സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ എന്താണ് ഈ 57 ശേഷമാണ് എന്ത് ചെയ്യുന്നത് മേജർ ആയിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ പ്രധാനമായും ഉടലെടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു എന്താണ് നമുക്ക് ടൈം ലൈൻ നോക്കി നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്തുകൊണ്ടാണ് ചുമ്മാ എന്താണ് ഒരു അപ്രൈസിങ്സ് വരില്ലല്ലോ, അല്ലെങ്കിൽ ഇത്തരം റെസിസ്റ്റൻസുകൾ വരില്ലല്ലോ, അപ്പൊ എന്തൊക്കെയാണ് ഇത്തരം പീപ്പിൾ റെസിസ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ പീപ്പിൾസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, പീപ്പിൾ എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് ഒരുപാട് അധികം അല്ലേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ എന്നുള്ളൊരു മീനിങ് ആണ് ഈ പീപ്പിൾസിന് വരുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഈ ആളുകൾ എന്ന് നമ്മൾ പ്രധാനമായും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അന്നത്തെ ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള വിവിധ എന്താണ് തരത്തിലുള്ള വിവിധ സെക്ടേഴ്സിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാർക്കിടയിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് കീഴിൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി നമ്മൾ നോക്കുന്ന സമയത്ത് കർഷക കലാപങ്ങൾ ആ സമയത്ത് വളരെ കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ ആർട്ടീഷ്യൻസ് അല്ലെ, ആർട്ടിസ്റ്റുകൾ അല്ലെ,
അവരുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യാണ്, വളരെ എന്താണ് ചീപ്പായിട്ട് സാധനങ്ങൾ കൊണ്ട് എന്താണ് ഇന്ത്യയിൽ ഡംപ് ചെയ്യാണ്. എന്നാൽ എന്താണ് നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ട് കയറ്റിവിടാൻ സമയത്ത് ഹൈ ആയിട്ടുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടിയും കൂടെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള എന്താണ് ഒരു അന്തരം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് കൂടുതലായി ആർട്ടിസ്റ്റുകളുടെയൊക്കെ എന്താണ് ജോലി പോയി. കാരണം ഇത്രയും ചീപ്പായിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം എന്താണ് ചീപ്പായിട്ട് എന്താണ് ഈ മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് അവരെന്താണ് ഒരുപാടധികം എന്താണ് പ്രോഡക്ട്സ് കൊണ്ടുവരുന്നു. അത്തരം പ്രോഡക്ട്സ് എന്ത് ചെയ്യാണ്, അവർ പ്രധാനമായിട്ടും എന്ത് ചെയ്യാണ്, ഇന്ത്യ ഒരു നല്ല മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നാണ് ഡംപ് ചെയ്യുന്ന ഒരു പരിപാടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് വിവിധ സെക്ടേഴ്സിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്, പെസൻസ് ഉണ്ടായിരുന്നു, ആർട്ടീഷ്യൻസ് ഉണ്ടായിരുന്നു, ട്രൈബൽ ഗ്രൂപ്പ്സ് അല്ലേ. ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ പ്രശ്നം എന്തായിരുന്നു, ഇവരെന്താണ് ഇവരുടെ സെറ്റിൽമെന്റിലേക്ക്, ഇവരുടെ ഫോറസ്റ്റ് ലാൻഡിലേക്ക്, ഇവരുടെ അഗ്രികൾച്ചറൽ ലാൻഡിലേക്കൊക്കെ എന്ത് ചെയ്യാണ്, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ എന്ത് ചെയ്യാണ്, കൂടുകയാണ്. അതുപോലെ തന്നെ എന്താണ് മിലിറ്ററി പേഴ്സണൽസ് അല്ലെ, മിലിറ്ററി പേഴ്സണൽസ് അന്ന് എന്താണ് നമ്മുടെ ശിപ്പായിമാർ വിശേഷിച്ചിരുന്ന ഇന്ത്യക്കാരെ എന്ത് ചെയ്യും, സൈനിക വിഭാഗത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ എന്താണ് മറ്റ് എന്താണ് അധികൃത വിഭാഗത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും കൂടി എന്ത് ചെയ്യാണ്, മൊത്തത്തിൽ എന്ത് ചെയ്യാണ്, ഇന്ത്യ കലങ്ങി മറിഞ്ഞൊരു പ്രശ്ന ബാധിത പ്രദേശമായിട്ട് എന്ത് ചെയ്യാണ് ഈ ഒരു 1764 ശേഷം മാറുകയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട എന്താണ് അപ്രൈസിംഗ് അല്ലെങ്കിൽ റെസിസ്റ്റൻസുകളെ നമുക്ക് പ്രധാനമായും 3 ഗ്രൂപ്പുകളിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇത്തരം റെസിസ്റ്റൻസുകളെ പ്രധാനമായി നമ്മൾ എന്ത് ചെയ്യണം, 3 ഗ്രൂപ്പുകളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നെന്താണ് സിവിൽ അപ്രൈസിങ്സ്. എന്താണ് ഈ സിവിൽ അപ്രൈസിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണക്കാരായ ജനങ്ങൾ അല്ലെ, സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യാണ്, അവരുടെ എന്താണ് മേലെ ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച നികുതി പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ എന്താണ് സോൾട്ട് ഡ്യൂട്ടി, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ പേരിൽ എന്ത് ചെയ്യാണ്, അവര് എന്ത് ചെയ്യാണ് ഒരു കലാപത്തിലേക്ക് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാണ് റെസിസ്റ്റൻസ് നടത്തുന്നതിനാണ് നമ്മൾ പ്രധാനമായും സിവിൽ അപ്രൈസിങ്സ് നടക്കുന്നത്. ഇനി പെസന്റ് അപ്രൈസിങ്സ്, പെസന്റ് അല്ലെ കർഷക കലാപങ്ങൾ അതെന്താണ് പ്രധാനമായിട്ടും ലാൻഡ് റവന്യൂമായിട്ടും അതുപോലെ തന്നെ എന്താണ് മണി ലെൻഡേഴ്സിന്റെ ഇഷ്യൂ, ഇതൊക്കെ എന്ത് ചെയ്യാണ് ഈ ബ്രിട്ടീഷുകാർ എന്താണ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യണം ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് വല്ലാതെ കൂടുകയാണ് അല്ലെ. അപ്പൊ അതൊക്കെ കാരണം എന്ത് ചെയ്യാണ് ഈ പെസന്റ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ പെസന്റ് അപ്രൈസിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കൂടുതൽ വരുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് എന്താണ് ഫെറൈസി മൂവ്മെന്റ്സ്. ഇതൊക്കെ എന്താണ് ഇത്തരം പെസന്റ് മൂവ്മെന്റ്സിന്റെ എക്സാമ്പിൾ ആണ്. അതിനുശേഷം ട്രൈബൽ അപ്രൈസിങ്സ് നമുക്കറിയാം സന്താൾ കലാപം അല്ലെങ്കിൽ ഖോണ്ട് കലാപം, ഇതൊക്കെ എന്ത് ചെയ്യാണ് പ്രധാനമായും ഈ ട്രൈബൽ അപ്രൈസിങ്സ് എന്നാണ്. അവർ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് ഇവർ അനാവശ്യമായിട്ട് കയറി പോവുകയും അവരുടെ അധികാര പരിധികളിലൊക്കെ കൈകടത്തുകയും അവർക്ക് എന്താണ് താല്പര്യമില്ലാത്ത രീതിയിൽ ലാൻഡ് സെറ്റിൽമെന്റ്സ് ആക്ടുകൾ അതുപോലെ തന്നെ എന്താണ് ലാൻഡ് റവന്യൂ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ട് അതെന്ത് ചെയ്യണം മൊത്തത്തിൽ ഇവരുടെ സമാധാനപരമായിട്ടുള്ള ജീവിതത്തെയൊക്കെ എന്താണ് ബാധിക്കാൻ തുടങ്ങിയ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ ട്രൈബൽസ് പ്രധാനമായിട്ടും അപ്രൈസിങ്സ് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇത്തരം റെസിസ്റ്റൻസുകളെ പ്രധാനമായും 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. സിവിൽ അപ്രൈസിങ്, സാധാരണക്കാരായ ജനങ്ങൾ അല്ലെ, സാധാരണക്കാരായ ജനങ്ങൾ നമ്മുടെ എന്താണ് ഒരു ജനജീവിതം, സാധാരണ മനുഷ്യരുടെ ജനജീവിതത്തെ എന്താണ് ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരായി നടന്നിട്ടുള്ള അപ്രൈസിങ്സിനാണ് നമ്മൾ സിവിൽ അപ്രൈസിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ വരുന്നത്. അതിലങ്ങനെ എന്താണ് ഗ്രൂപ്പ് തിരിവൊന്നുമില്ല. രണ്ടാമതായി വരുന്നത് പെസന്റ് അപ്രൈസിങ്സ്, അതെന്താണ് കർഷക കലാപങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു, നമുക്ക് ടാക്സേഷൻ തന്നെയാണല്ലേ പ്രധാന. ഈ ഫാമിൻസ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ വലിയ വരൾച്ചയൊക്കെ വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നില്ല, ഒരു കാലത്ത് ഈ എന്താണ് ടാക്സേഷൻ ഒന്നും കുറച്ചു കൊടുക്കുന്നില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ എന്താണ് ഈ കർഷകർ പിന്നെയും നമുക്ക് കടത്തിലേക്ക് പോവുകയും ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും അവർക്കൊന്നും കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് പെസന്റ് മൂവ്മെന്റ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ട്രൈബൽ അപ്രൈസിങ്സ് ആണ്. ഇനി ഇതിൽ കൂടാത്തൊരിതെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട എന്താണ് സിപ്പോയ് മ്യൂട്ടണീസ് എന്നാണ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. നമുക്കറിയാം അല്ലെ 1857 എന്താണ് ഒരു സിപ്പോയ് മ്യൂട്ടണി എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നത്. സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എന്താണ് മിലിറ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ഇതിലാണ് എന്ത് ചെയ്യുന്നത് 57 കലാപം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അതൊരു പ്രത്യേക കാറ്റഗറി ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെ എന്താണ് ഓരോയിടത്തും എന്താണ് തനിച്ചുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇത്ര ഓക്കെ അല്ലേടാ? ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാണ് ഇനി പ്രധാനമായിട്ടും എന്തൊക്കെയായിരുന്നു. അപ്പൊ നമുക്ക് പ്രശ്നം നമ്മൾ എന്താണ് പ്രശ്നങ്ങൾ പറ്റി പറഞ്ഞു, ഏതൊക്കെ തരത്തിലാണ്
പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി എന്താണ്, നമുക്ക് രണ്ടാമതായി എന്തുകൊണ്ടാണ് ഇത്തരം റെസിസ്റ്റൻസുകൾ വരാനുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ജനറൽ ആയിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഒരു ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്, ഈ ബ്രിട്ടീഷുകാരുടെ എന്താണ് ടാക്സേഷൻ ആണ്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ടാക്സേഷൻ ആണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റമാണ്. അവരെന്ത് ചെയ്യാണ്, പരമാവധി ഇത്തരം എന്ത് ചെയ്യണം, അവരുടെ എന്താണ് വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് പരമാവധി എന്താണ് കർഷകരിൽ നിന്നും മറ്റാൾക്കാരിൽ നിന്നൊക്കെ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, ഒരുപാടധികം എന്താണ് ഹൈ ആയിട്ടുള്ള ലാൻഡ് റവന്യൂ കൊണ്ടുവയ്ക്കുകയാണ്. അതിലെന്താണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി എന്താണ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ലാൻഡിൽ നിന്ന് കിട്ടുന്ന സാധനത്തെ അല്ല അവരെന്ത് ചെയ്യുന്നത് ടാക്സബിൾ ആക്കുന്നത്, ആ ലാൻഡിനെയാണ് എന്ത് ചെയ്യുന്നത് ടാക്സബിൾ ആക്കുന്നത്. അതും എന്തായിരുന്നു ഹൈ എൻഡിലായതുകൊണ്ട് തന്നെ എന്താണ് അത് ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കമ്പനി ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഈ കമ്പനിയിൽ ഒത്തിരി അധികം കറക്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം അഴിമതികൾ എന്ത് ചെയ്തു, വലിയ പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, ഈ ഒഫീഷ്യൽസിന്റെ എന്താണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഒഫീഷ്യൽസ് നമ്മുടെ എന്താണ് സാധാരണക്കാരായ ജനങ്ങളോട് എന്താണ് ഈ ഹൈ ഒഫീഷ്യൽസിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പ്രശ്നം, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു എന്താണ് നമുക്ക് പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ടാക്സേഷന്റെ പ്രശ്നം തന്നെയാണ്. ടാക്സേഷന്റെ പ്രശ്നമാണ് എന്താണ് ഹൈ ടാക്സേഷൻ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് എത്ര കിട്ടുന്നു എന്നുള്ളതല്ല കാര്യം, അവരെന്താണ് ഒരു ടാക്സ് ഫിക്സ് ചെയ്ത് വെക്കും അല്ലേ. ഇപ്പൊ നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടതല്ലേ. അല്ലാതെ നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള ടാക്സ് എമൗണ്ട് വെക്കുക. ഇപ്പോൾ 1 ഏക്കർ എനിക്ക് എന്താണ് ഭൂമിയുണ്ട്, അപ്പൊ അത് ചിലപ്പോൾ എന്തായിരിക്കും, അതിൽ ഞാൻ കൃഷിയൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് അതിൽ ഇൻകം എന്തെങ്കിലും ഉണ്ടോ, അപ്പോൾ അവിടെ നിന്ന് ഞാൻ ടാക്സ് കൊടുക്കുക എന്ന് അല്ലെങ്കിൽ ഹൈ എമൗണ്ട് ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നത് ടെക്നിക്കലി പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല. അപ്പോൾ ഹൈ ടാക്സേഷൻ, അതുപോലെ തന്നെ എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കറപ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസസ്, അതുപോലെ തന്നെ എന്താണ് ഒഫീഷ്യൽസിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ എന്താണ് വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരം കൊളോണിയൽ പ്രാക്ടീസസ് ഒക്കെ വരുന്ന സമയത്ത് എന്താണ് അത് ആൾക്കാർക്ക് എന്താണ് ഒരു വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഗ്രീവൻസസ് എന്ത് ചെയ്യാണ് കേൾക്കാനോ അല്ലെങ്കിൽ അതിന് എന്താണ് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താനോ ആർക്കും എന്ത് അല്ലെങ്കിൽ കമ്പനിയിലുള്ള ആൾക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എന്താണ് കമ്പനി എന്ന് പറയുന്നത് എന്താണ് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി അതിന് മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, കമ്പനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തരം മെഷേഴ്സ് എല്ലാം എന്ത് ചെയ്യാണ് നമ്മുടെ ലാൻഡ് ലോഡ്സ്, അതുപോലെ തന്നെ മെർച്ചൻസ് അല്ലെ കച്ചവടക്കാര്, അതുപോലെ തന്നെ മണി ലെൻഡേഴ്സ്, ഇവരോടൊക്കെ ചേർന്നിട്ടുള്ള എന്താണ് നമ്മുടെ എന്താണ് ബ്രിട്ടീഷുകാരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു, ഈ പീപ്പിൾസിന് അല്ലെങ്കിൽ നമ്മുടെ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കിടയിൽ വലിയ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അപ്പൊ അവർക്ക് പറയാൻ ഒരാളില്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്തു, അവരെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആംസ് എടുക്കേണ്ട ഒരു അവസ്ഥയും എന്ത് ചെയ്തു ഉണ്ടായി. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കൊളോണിയൽ ലാൻഡ് റവന്യൂ സിസ്റ്റം. അപ്പൊ പ്രധാനപ്പെട്ട കാര്യം എന്താണ് കൊളോണിയൽ ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്സ് അല്ലെ, ഹെവി ടാക്സസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ, ഈ ടാക്സിന്റെയും മറ്റിന്റെയൊക്കെ പേര് പറഞ്ഞ എന്താണ് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ റൂറൽ എക്കോണമി അല്ലെങ്കിൽ റൂറൽ പീപ്പിളിനെ റൂറൽ സൊസൈറ്റി എന്ത് ചെയ്യാണ് നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷുകാർ നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഇവരുടെ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തു, ട്രൈബൽ ലാൻഡിലേക്കൊക്കെ ഇവരെന്ത് ചെയ്തു എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അല്ലേ. അതുപോലെ തന്നെ എന്താണ് ഇവരുടെ വനമേഖലയും അഗ്രികൾച്ചറൽ ലാൻഡും ഒക്കെ എന്ത് ചെയ്യാണ് ഈ ട്രൈബൽ പീപ്പിളിന്റെ കയ്യിൽ എന്ത് ചെയ്യാണ് ബ്രിട്ടീഷുകാർ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതൊരു പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ബ്രിട്ടീഷുകാരുടെ മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഗുഡ്സ് അല്ലെ, ഗുഡ്സ് എന്ത് ചെയ്യാണ് ഇന്ത്യയിലേക്ക് നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യണം അല്ലെ, വലിയ രീതിയിൽ അവര്
എന്താണ് ഇമ്പോർട്ട് ചെയ്യാണ്. എന്നാൽ നമ്മുടെ തനതായിട്ടുള്ള ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്യണം, അവർ ഡീപ്രമോട്ട് ചെയ്യാണ് അല്ലെ. ഹെവി ആയിട്ടുള്ള എക്സ്പോർട്ട് ഡ്യൂട്ടീസും മറ്റും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ എക്സ്പോർട്ടുകളെ എന്ത് ചെയ്യാൻ ഡീപ്രമോട്ട് ചെയ്യുകയും അത് നമ്മുടെ എന്ത് ചെയ്യാണ് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് അല്ല ഇന്ത്യൻ ഹാൻഡ്ലൂം, നമുക്കറിയാം വേൾഡ് മാർക്കറ്റിൽ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇന്ത്യൻ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതിനെല്ലാം എന്താണ് ഡീപ്രമോട്ട് ചെയ്യുകയും ഹൈ എക്സ്പോർട്ട് ഡ്യൂട്ടീസ് കൊണ്ടുവന്ന് ഈ ഇൻഡസ്ട്രീസിനെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇത്തരം ഇൻഡിജിനസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് നശിപ്പിച്ച സമയത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഇപ്പം ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ഒരു നെയ്ത്ത് തൊഴിലാളിയാണ്, അപ്പം എൻ്റെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാകാത്ത സമയത്ത് എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് ചെയ്യും, മൈഗ്രേറ്റ് ചെയ്യുമല്ലേ ഈ ഒരു വർക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തെന്നാണ് അഗ്രികൾച്ചറിലേക്കും മറ്റ് മേഖലകളിലേക്കൊക്കെ പോയതും എന്ത് ചെയ്തു, ഒരു പ്രശ്നമായിട്ട് മാറി. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സിവിൽ അപ്രൈസിങ്സിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം എന്തൊക്കെയായിരുന്നു, കൊളോണിയൽ ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, ഹൈ ടാക്സേഷൻ, അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റൂറൽ പീപ്പിൾ അല്ലെങ്കിൽ റൂറൽ സൊസൈറ്റി, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റൂറൽ സൊസൈറ്റി, അതുപോലെ തന്നെ എക്സ്പാൻഷൻ ഓഫ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ അല്ലേ, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം അല്ലേ, നമ്മുടെ ഈ ഒരു ഏരിയയുടെ പരിധി എന്തായിരുന്നു അവരെപ്പോഴും കൂട്ടാൻ വേണ്ടി ശ്രമിച്ചു. അതുപോലെ തന്നെ ട്രൈബൽ ലാൻഡ്സ് ടേക്ക് ഓവർ ചെയ്തു, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ലാൻഡ്സ് ടേക്ക് ഓവർ ചെയ്തു. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യാണ് പ്രശ്നങ്ങളിലേക്ക് മാറി. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ് ബ്രിട്ടീഷുകാർ നല്ല രീതിയിൽ എന്ത് ചെയ്തു, മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഗുഡ്സ് അല്ലേ അല്ലെങ്കിൽ പ്രോഡക്ട്സ് എന്ത് ചെയ്തു, നല്ല രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നതുപോലെ തന്നെ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ ഡീപ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ആയിട്ടുള്ള എക്സ്പോർട്ട് ഡ്യൂട്ടീസും കൊണ്ടുവന്നു. ഇതെന്ത് ചെയ്തു, നമ്മുടെ തനതായിട്ടുള്ള ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഒക്കെ ആയിക്കോട്ടെ, ഇതിനെല്ലാം എന്ത് ചെയ്യാണ്, നല്ല രീതിയിൽ തകർത്തു. അതിനുശേഷം ഇത്തരം നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഇത്തരം ഇൻഡസ്ട്രീസിന്റെ ഡിസ്ട്രക്ഷൻ എന്ത് ചെയ്യാണ്, ഈ ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർ അഗ്രികൾച്ചറിലേക്കും മറ്റുമൊക്കെ മൈഗ്രേറ്റ് ചെയ്യാനും അത് പിന്നീട് എഗെയിൻ ഒരു പ്രോബ്ലമായിട്ട് മാറാനും എന്ത് ചെയ്തു, കാര്യമായി. ഓക്കെ, അതിനോട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്കുണ്ട പ്രധാനപ്പെട്ട ഒരു സിവിൽ അപ്രൈസിങ്സ് അല്ലെങ്കിൽ പെസന്റ് മൂവ്മെന്റ്സ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് പഠിക്കാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കലാപമായിട്ടുള്ള സന്യാസി കലാപം അല്ലെങ്കിൽ സന്യാസി റിവോൾട്ട് അല്ലെങ്കിൽ സന്യാസി മൂവ്മെന്റ് എന്നൊക്കെ പറയുന്ന സന്യാസി കലാപം അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ കാലയളവ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇയറിൽ സംഭവിച്ചതല്ല, ഒരു കാലയളവിലാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഇത്തരം റിവോൾട്ടുകൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നടന്നിട്ടുള്ള എപ്പോഴാണ്, 1763 മുതൽ 1800 വരെ, 1763 മുതൽ 1800 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ സന്യാസി കലാപം പ്രധാനമായിട്ടും എന്ത് ചെയ്തത് നടന്നിട്ടുള്ളത്. ഇനി ഈ കലാപം തന്നെയാണ് ഫക്കീർ റിബല്യൺ എന്നും പറയുന്നത്, അല്ലെങ്കിൽ ഫക്കീർ കലാപം അല്ലെങ്കിൽ സന്യാസി ഫക്കീർ റിബല്യൺ എന്നൊക്കെ എന്ത് ചെയ്യും നമ്മൾ മനസ്സിലാക്കും. അപ്പൊ സന്യാസി കലാപം എന്ന് പറയും, അതുപോലെ തന്നെ ഫക്കീർ റിബല്യൺ അല്ലെങ്കിൽ സന്യാസി ഫക്കീർ റിവോൾട്ട് എന്നോ റിബല്യൻ എന്നൊക്കെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സന്യാസി കലാപത്തെയാണ് പറയുന്നത്. ഈ എപ്പോഴാണ് 1763 1763 മുതൽ 1800 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ ഈ സന്യാസി കലാപം പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. അപ്പോൾ സന്യാസി കലാപം എന്നറിയപ്പെടുന്നു, ഫക്കീർ റിബല്യൻ എന്നറിയപ്പെടുന്നു. കാലഘട്ടം എപ്പോഴാണ് 1763 മുതൽ 1800 വരെ. അപ്പൊ എന്തായാലും ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാലേ സന്യാസീസ് എന്നും പറയുന്നത് അല്ലെങ്കിൽ ഫക്കീർസ് എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം അല്ലെ, ഈ ഒരു ഹിന്ദുസിന്റെയും മുസ്ലിംസിന്റെ ഒരു ഐക്യം എന്താണ്, ആ ഒരു ഐക്യം കൂടി കാണിക്കുന്ന ഒരു കലാപമായിരുന്നു ഏത്, സന്യാസി അല്ലെങ്കിൽ സന്യാസി ഫക്കീർ റിബല്യൻ എന്ന് പറയുന്നത്, ഫക്കീർ റിബല്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു ആദ്യകാല കലാപം കൂടിയായിരുന്നു ഏത്, ഈ സന്യാസി റിബല്യൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈദേശിക ഭരണത്തിനെതിരായിട്ടുള്ള ഒരു ആദ്യകാല യുദ്ധം കൂടിയായിരുന്നു നമ്മുടെ ഈ സന്യാസി കലാപം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ബംഗാൾ പ്രവിശ്യയിലെ മുർഷിദാബാദ്, ബൈഗുൻപൂർ ഇങ്ങനെയുള്ള മേഖലകളിൽ
ഇങ്ങനെയുള്ള മേഖലകളിലാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും എന്താണ് ഈ ഒരു സന്യാസി ഫക്കീർ റിബല്യൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നടന്നത്. അപ്പോൾ എന്താണ്, സന്യാസിമാരുടെയും ഫക്കീർമാരുടെയും മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള ഇടപെടലിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കലാപം കൂടുതലായിട്ടും എന്ത് ചെയ്തത്, ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് പണ്ഡിറ്റ് ഭവാനി ചരൺ പഥക്. ഇതെന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഈ സന്യാസി കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പേരാണ് ഭവാനി ചരൺ പഥക്, അല്ലെങ്കിൽ ചരൺ പഥക് അല്ലെങ്കിൽ ഭവാനി പഥക് എന്നൊക്കെ പറയുന്നത് ഈ സന്യാസി കലാപവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ദേബി ചൗധരാനി. അപ്പോൾ ദേബി ചൗധരാനി ഒരു ലേഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേബി ചൗധരാനി സന്യാസി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ആ ഒരു സമയങ്ങളിൽ അല്ലേ 1700-കളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കലാപം നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ സ്ത്രീകൾ ഇത്തരം റിവോൾട്ടിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെ ലെസ് ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അന്നത്തെ ഒരു ആദ്യകാല ഇത്തരം റിവോൾട്ടുകൾ അല്ലെങ്കിൽ അപ്രൈസിങ്സിൽ സ്ത്രീകളുടെ സാന്നിധ്യം എന്ത് ചെയ്യുന്നത്, കാണിക്കുന്ന ഒരു പേരാണ് ഈ ദേബി ചൗധരാനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബങ്കിം ചന്ദ്ര ചതോപാധ്യായ അല്ലെങ്കിൽ ബങ്കിം ചാറ്റർജി എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ഒരു നോവൽ എന്ത് ചെയ്യാണ് ഇവരെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു സന്യാസി കലാപവുമായി ബന്ധപ്പെട്ട് ഒരു സെമി ഹിസ്റ്റോറിക് ആയിട്ടുള്ള നോവലാണ്. അപ്പോൾ ഈ ദേബി ചൗധരാനി എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ ഈ ഒരു നോവൽ എന്ന് പറയുന്നത് ഈ സന്യാസി കലാപത്തിൽ പങ്കുചേർന്നിട്ടുള്ള ദേബി ചൗധരാനിയെ പറ്റി എഴുതിയിട്ടുള്ളതാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാലേ ആനന്ദമഠം അല്ലെങ്കിൽ ആനന്ദമഠ് എന്ന് പറയുന്ന ബങ്കിം ചന്ദ്ര ചതോപാധ്യായയുടെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള നോവലും എന്ത് തന്നെയാണ്, ഈ ഒരു സന്യാസി കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സന്യാസി കലാപവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 ബുക്കുകൾ ഏതൊക്കെയാണ്, സന്യാസി കലാപവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 ബുക്കുകൾ മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആനന്ദമഠം അല്ലെ, ആനന്ദമഠവും അതുപോലെ തന്നെ ദേബി ചൗധരാനി 2 നോവലുകളാണ് സന്യാസി കലാപത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയിട്ടുള്ളതാണ്. ഇനി പ്രത്യേകത എന്താണ്, ദേബി ചൗധരാനി എന്ന് പറയുന്നത് നമ്മുടെ ഈ സന്യാസി കലാപത്തിൽ അല്ലെങ്കിൽ ഈ സന്യാസി ഫക്കർ റിവോൾട്ടിൽ വളരെ ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു ദേബി ചൗധരാനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, ഇനി എന്തായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് നോക്കാം. 1770-കളിൽ ബംഗാൾ ഫാമിന് ശേഷം എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ബ്രിട്ടീഷ് കമ്പനി നികുതി പിരിവ് എന്ത് ചെയ്തു, കൂട്ടി. അപ്പൊ നികുതി പിരിവ് കൂട്ടി. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ ഒരു ഈ മണി ലെൻഡേഴ്സിന്റെ അല്ലെങ്കിൽ വളരെ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഈ ഒരു നമുക്ക് ഇപ്പം അറിയാമല്ലോ, നമ്മുടെ വീടുകളിലൊക്കെ ഈ തീർത്ഥാടനത്തിന് പോകുമ്പോൾ ഇങ്ങനെ ഭിക്ഷ യാചിച്ചൊക്കെ നേർച്ചയായിട്ടൊക്കെ വരില്ലേ. അപ്പോൾ അതുപോലെ തന്നെ അത്തരത്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ഹിന്ദു വിഭാഗത്തിൽ നിന്ന് ഇത്തരത്തിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് തീർത്ഥാടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു സന്യാസീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിമിലർലി മുസ്ലിം വിഭാഗത്തിൽ നടത്തിയിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ ഫക്കീർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 വിഭാഗത്തിലുള്ള ആൾക്കാരും അവർ ബേസിക്കലി പെസൻസ് ആയിട്ടുള്ള അങ്ങനെയുള്ള രീതിയിലുള്ള, അതുപോലെ തന്നെ മതപുരുഷന്മാരാണ് ഈ സന്യാസിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫക്കീർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇത്തരം ആരാധനാലയങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്, തീർത്ഥാടനം നടത്തുന്ന സമയത്ത് വളരെ റിച്ച് ആയിട്ടുള്ള ഭൂവുടമകളുടെ അല്ലെങ്കിൽ മണി ലെൻഡേഴ്സിന്റെ അല്ലെങ്കിൽ ജമീന്ദാർസിന്റെ ഒക്കെ അടുത്ത് പോയിട്ട് പിരിവ് കൊടുക്കുമായിരുന്നു. അപ്പൊ അത്തരം ആൾക്കാർ ഇവർക്ക് നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ പിരിവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ 1700-ലെ ഈ ഒരു ബംഗാൾ ഫാമിന് ശേഷം എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷ് കമ്പനി എന്ത് ചെയ്യാണ്, നികുതി പിരിവ് വല്ലാതെ കൂട്ടിയ സമയത്ത് ഇവർക്ക് കിട്ടുന്ന ഈ മണി എന്ത് ചെയ്തു, വല്ലാതെ കുറഞ്ഞു. അപ്പൊ അതെന്ത് ചെയ്യാണ്, ഇവരെ പ്രകോപിപ്പിച്ചു. അപ്പൊ ആ ഒരു ഫാക്ടർ ഇവിടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, 1764 ബക്സർ യുദ്ധത്തിന് അല്ലെ ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം എന്ത് ചെയ്യാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഭരണം ഏറ്റെടുക്കുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു ഭരണത്തിന് കീഴിൽ എന്ത് ചെയ്യാണ്, വല്ലാതെ ഈ ലാൻഡ് റവന്യൂ ഒക്കെ എന്ത് ചെയ്യുന്ന കൂട്ടുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബംഗാൾ പ്രവിശ്യയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഈ ജമീന്ദാർസ് ഒക്കെ എന്ത് ചെയ്യാണ്, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായിട്ട് എന്ത് ചെയ്യാണ്, അവർക്കിടയിൽ എന്ത് ചെയ്യാണ്, ഒരു
ഒരു റിസൻമെന്റ് അല്ലെ, അവർക്ക് എതിരെ എന്ത് ചെയ്യണം, റിസൻമെന്റ് ഉണ്ടായി. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാണ്, ഇത്തരം എന്താണ് ഈ നികുതി പിരിവുകൾ കൂട്ടുക മാത്രമല്ല, ഈ ഫക്കീർസിന്റെയും സന്യാസികളുടെയും എന്താണ് ഈ സഞ്ചാരത്തിന്, ഇവരുടെ എന്താണ് ഈ ഒരു ട്രാവലിന് എന്ത് ചെയ്യാണ്, ഒത്തിരി അധികം നിയന്ത്രണങ്ങൾ കൂടി എന്ത് ചെയ്യാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏർപ്പെടുത്തുകയാണ്. അപ്പൊ അതോടുകൂടി എന്ത് ചെയ്യാണ്, ഇതൊരു വല്ലാത്ത റിസൻമെന്റിലേക്ക് പോവുകയും അങ്ങനെ എന്ത് ചെയ്യാണ് ഈ സന്യാസിസും ഫക്കീസും എന്ത് ചെയ്യാണ് ഒരു റിവോൾട്ടിലേക്ക് എന്ത് ചെയ്യാണ് ഇത് കൊണ്ടുവരികയും ചെയ്യാണ്. അപ്പൊ ഈ ഇത്തരം റിവോൾട്ട് നടന്നിരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യാണ്, സർക്കാർ ട്രഷറികൾ അതുപോലെ തന്നെ എന്താണ് കമ്പനിയുടെ ഫാക്ടറികളൊക്കെ എന്ത് ചെയ്തു, റെയ്ഡ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് വേറെ എന്താണ് ഒത്തിരി അധികം പ്രശ്നങ്ങൾ എന്ത് ചെയ്തു, എന്താണ് ഉണ്ടാക്കിയെടുത്തു. അപ്പം ഇതെന്ത് ചെയ്യാണ്, ഈ കലാപത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ 1763 മുതൽ 1800 വരെ ഈ സന്യാസീസും ഫക്കീർസും അതുപോലെ തന്നെ എന്താണ് ഈ നമ്മുടെ എന്താണ് ഈ ലോക്കലായിട്ടുള്ള ജമീന്ദാർമാർ അല്ലെ, ജമീന്ദാർസും ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്യാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യണം വല്ലാത്തൊരു എന്താണ് ഒരു ആംസ് എന്താണുള്ള ഒരു റിവോൾട്ടിലേക്ക് എടുക്കുകയും അവരെന്ത് ചെയ്യണം ഒത്തിരി അധികം സർക്കാർ ട്രഷറികൾ, സർക്കാർ ഓഫീസുകളൊക്കെ എന്ത് ചെയ്യണം റെയ്ഡ് നടത്താനും ആൾക്കാരെ കൊല്ലാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഈ ഒരു റിവോൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സന്യാസി ഫക്കീർ റിബല്യൺ അല്ലെങ്കിൽ സന്യാസി കലാപം അല്ലെങ്കിൽ ഫക്കീർ റിബല്യൺ എന്നൊക്കെ പറയുന്നത് ഈ ഒരു കലാപത്തെയാണ്. അപ്പൊ ഈ ഒരു കലാപം എന്ത് ചെയ്യാണ്, പിന്നീട് നമ്മുടെ വാരൻ ഹേസ്റ്റിങ്സ് അല്ലെ, ഒത്തിരി നാൾ എന്ത് ചെയ്യാണ് നീണ്ടു നിന്ന ഈ ഒരു കലാപത്തെ എന്താണ് പിന്നീട് വാരൻ ഹേസ്റ്റിങ്സ് എന്ത് ചെയ്യാണ് അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആരാണ് സന്യാസി കലാപത്തെ അല്ലെങ്കിൽ ആരുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത് സന്യാസി കലാപത്തെ അടിച്ചമർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാരൻ ഹേസ്റ്റിങ്സ് അല്ലെ. വാരൻ ഹേസ്റ്റിങ്സിന്റെ എന്താണ് നേതൃത്വം, നമ്മുടെ ഈ ഒരു ബംഗാളിന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള വാരൻ ഹേസ്റ്റിങ്സ് അല്ലെ. വാരൻ ഹേസ്റ്റിങ്സ് എന്ത് ചെയ്യാണ് ഈ സന്യാസി കലാപത്തെ അടിച്ചമർത്തുന്നുണ്ടെന്ന് കൂടി എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അപ്പൊ എന്തായിരുന്നു സന്യാസി കലാപം, നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. എന്ത് ചെയ്യാണ് ബംഗാൾ പ്രവിശ്യയിലെ മുർഷിദാബാദ്, ബൈകുന്ത്പൂർ സ്ഥലങ്ങളിൽ അല്ലെ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റിബല്യനാണ് സന്യാസി കലാപം എന്ന് പറയുന്നത്. മറ്റു പേരുകൾ എന്തൊക്കെ, ഫക്കീർ റിബല്യൻ അല്ലെങ്കിൽ സന്യാസി ഫക്കീർ കലാപം എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ. ഇനി 1763 മുതൽ 800 വരെ നീണ്ടു നിന്നിട്ടുള്ള ഒരു എന്തായിരുന്നു കലാപമായിരുന്നു ഇത് നമ്മുടെ ഈ ഒരു സന്യാസി കലാപം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാണ്, ഭവാനി ചരൺ പഥക്, ദേബി ചൗധരാനി, മജും ഷാ, ചിരാഗ് അലി, ഇവരൊക്കെയായിരുന്നു എന്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഈ സന്യാസി കലാപത്തിന്റെ നേതൃത്വം കൊടുത്തത്. അപ്പൊ ആരാണ് ഈ അല്ലെങ്കിൽ സന്യാസികൾ അല്ലെങ്കിൽ ഫക്കീസ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് പെസൻസിൽ അല്ലെങ്കിൽ എന്താണ് മതപുരുഷന്മാരെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയാൻ കഴിയുന്ന ആൾക്കാരായിരുന്നു ഈ സന്യാസിസും ഫക്കീസും. ഇവരുടെ പ്രത്യേകത എന്താണ്, ഇവർ ആരാധനാലയങ്ങളിലേക്ക് എന്താണ് സഞ്ചാരം നടത്തുന്ന സമയത്ത് ഈ ഓരോ ലോക്കലായിട്ടുള്ള ജമീന്ദാർസിന്റെ കയ്യിൽ നിന്നും അതല്ലെങ്കിൽ ലാൻഡ് ലോഡ്സിന്റെ കയ്യിൽ നിന്നും ഒക്കെ എന്താണ് ഭിക്ഷ സ്വീകരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ യാത്രകളും മറ്റൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നത്. എന്നാൽ 1770 ഫാമിന് ശേഷം എന്ത് ചെയ്യാണ് കമ്പനി എന്ത് ചെയ്യാണ് നികുതി വല്ലാതെ കൂട്ടിയ സമയത്ത് ജമീന്ദാസിന് എന്ത് ചെയ്തു അവരുടെ എന്താണ് വരുമാനത്തിൽ കുറവ് സംഭവിച്ചു. അതെന്ത് ചെയ്തു ഇത്തരം സന്യാസിമാരെ ഫക്കീസിനെ എന്ത് ചെയ്തു ബാധിച്ചു. അത് ഒന്നാമത്തെ പ്രശ്നമായിട്ട് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രശ്നം നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ് നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യാണ് ഇവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കൂടി എന്ത് ചെയ്യാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി അതെന്ത് ചെയ്തു വലിയൊരു കലാപത്തിലേക്ക് നയിച്ചു. അപ്പൊ എന്താണ് ഈ സന്യാസിമാരും ഫക്കീർസും അതുപോലെ തന്നെ എന്താണ് ഈ നാട് കടത്തപ്പെട്ട എന്താണ് ജമീന്ദാർമാരും കൂടെ അല്ലെ ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യാണ് ഈ നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ എന്ത് ചെയ്യാണ് ഒരു റിവോൾട്ട് നടക്കുകയാണ്, ഒരു ആംസ് റിബല്യൻ നടക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യാണ് നമ്മുടെ വാരൻ ഹേസ്റ്റിങ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഈ സന്യാസി കലാപത്തെ അടിച്ചമർത്തുകൂടി ചെയ്യുന്നുണ്ട്. അതോടുകൂടി എന്ത് ചെയ്യാണ് നമ്മുടെ ഈ സന്യാസി കലാപം എന്ത് ചെയ്യുന്നു അവസാനിക്കുകയാണ്. വാരൻ ഹേസ്റ്റിങ്സ് ആണ് എന്ത് ചെയ്യുന്നത് അടിച്ചമർത്തുന്ന ഓർത്തിരിക്കുക. കാലഘട്ടം 1763 മുതൽ 1800 വരെയാണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ പ്രവിശ്യ ബംഗാളാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 2-3 ലീഡേഴ്സിനെ പറ്റി പറഞ്ഞിരിക്കുക. ഇനി നമ്മൾ അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലെങ്കിൽ ബങ്കിം ചന്ദ്ര ചതോപാധ്യായ എഴുതിയ 2 നോവൽസ് ആണ് ആനന്ദമഠവും ദേബി ചൗധരാനിയും. ഈ ദേബി ചൗധരാനി എന്ത് ചെയ്യുക നന്നായിട്ട് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പോളിഗർ കലാപം. അപ്പൊ ഏകദേശം എന്താണ് ഇതിന് സമാനമായ കാലഘട്ടങ്ങളിൽ സൗത്ത് ഇന്ത്യയിൽ പ്രധാനമായും എന്താണ് നമ്മുടെ തമിഴ്നാട്, ഇന്നത്തെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട എന്താണ് കലാപമാണ് ഈ പോളിഗർ കലാപം എന്ന് പറയുന്നത്. നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ നായിക് അല്ലെങ്കിൽ കട്ടബൊമ്മൻ നായിക് എന്നൊക്കെ പറയില്ലേ. അപ്പൊ അദ്ദേഹം എന്താണ് നയിച്ചിട്ടുള്ള കലാപമാണ് എന്ത് പോളിഗർ കലാപം എന്ന് പറയുന്നത്. അപ്പം എവിടെയായിരുന്നു സ്ഥലം? തമിഴ്നാട് അല്ലെ, ഇന്നത്തെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കലാപമാണ്
പോളിഗർ കലാപം എന്ന് പറയുന്നത്. കാലഘട്ടം എങ്ങനെയാണ്? 1799 മുതൽ 1805 അല്ലെങ്കിൽ 1790 എന്താണ് ലേറ്റ് 1700s ടു എന്താണ് ഏർലി 1800s അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത് പോളിഗർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാലയളവെന്ന് പറയുന്നത്. ഇനി പ്രധാനമായും രണ്ട് ഫേസുകളിലായിട്ടാണ് ഒന്നാം പോളിഗർ കലാപം, രണ്ടാം പോളിഗർ കലാപം, ഇങ്ങനെ രണ്ട് ഫേസുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പോളിഗർ കലാപം നടന്നിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ട സെന്റേഴ്സ് അല്ലെങ്കിൽ നടന്നിട്ടുള്ള ഈ പോളിഗർ കലാപം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എവിടെയായിരുന്നു? നമ്മുടെ ഇന്നത്തെ തിരുനെൽവേലി, രാമനാഥപുരം, ശിവഗംഗ, ശിവഗിരി, മധുര, വടക്കൻ ആർക്കോട്ട് അല്ലെങ്കിൽ നോർത്ത് ആർക്കോട്ട്, ഇതൊക്കെയായിരുന്നു എന്ത് ചെയ്യും നമ്മുടെ ഈ പോളിഗർ കലാപം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് എന്തായിരുന്നു ഈ പോളിഗർ കലാപം നോക്കാം. അപ്പൊ ആരാണ് ഈ പോളിഗേഴ്സ് എന്ന് പറയുന്നത്? ഇതൊരു ലോക്കൽ മിലിഷ്യയാണ് അല്ലെങ്കിൽ എന്താണ് ഇവരെന്താണ് ശരിക്കും പറഞ്ഞവരെന്താണ് സൈനിക ആൾക്കാരാണ്, സൈനിക മേധാവികളാണ് ഈ പോളിഗർ എന്ന് പറയുന്നത്. അപ്പൊ ആരുടെ ആയിരുന്നു? നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലം മുതൽ തന്നെ ദക്ഷിണേന്ത്യയിൽ നമുക്കറിയാലോ ഒരു മേജർ ആയിട്ടൊരു എംപയർ ആയിരുന്നു നമ്മുടെ ഹംപിയൊക്കെ ഉള്ള വിജയനഗര എംപയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വിജയനഗര എംപയറിന്റെ കാലം മുതൽ തന്നെ അവരുടെ എന്താണ് ഈ രാജാക്കന്മാരുടെ സൈനിക മേധാവികളായിട്ടും അതുപോലെ തന്നെ എന്താണ് ഭരണപരമായിട്ടുള്ള ഗവർണർമാരുമായിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുള്ള നിയമിക്കപ്പെട്ട സാമന്ത പ്രഭുക്കന്മാരായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ലാൻഡ് ലോർഡ്സ് ആയിരുന്നു ഈ പോളിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോളിഗേഴ്സ് എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം അവരുടെ ഈ സൈനിക സേവനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരിങ്ങനെ എന്താണ് സൈന്യത്തെ സേവിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യും കുറച്ച് ലാൻഡ് എന്ത് ചെയ്യും ഭരിക്കാനായിട്ട് കൊടുക്കും. അത്തരം എന്താണ് ലാൻഡിനെയാണ് നമ്മൾ എന്ത് പാളയം എന്ന് പറയുന്നത്. അവർക്ക് കൊടുക്കുന്ന ഇപ്പോൾ രാജാവ് എന്ത് ചെയ്യും നീ ഇത്രയും ഏരിയ നീ എന്ത് ചെയ്യും നീ നോക്കിക്കോ എന്ന് എന്ത് ചെയ്യും പറയും. അപ്പൊ അങ്ങനെ എന്താണ് ഓരോ പാളയത്തിന്റെ ചുമതലകളായിരുന്നു ഓരോ പോളിഗർമാർക്കും ഉണ്ടായിരുന്നത്. അപ്പൊ അവരെന്താണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇവരെ പോളിഗേഴ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് പാളയക്കാരൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം പാളയസ് അല്ലെങ്കിൽ ഇവര് എന്താണ് നോക്കുന്ന ഇത്തരം പാളയങ്ങളിലെ നികുതി പിരിവ് നടത്തിയിരുന്നത് ആരാണ്? ഈ പോളിഗർമാരായിരുന്നു എന്നെന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അപ്പൊ ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത്. അപ്പൊ എന്താണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നമ്മുടെ ഇത്തരം ഈ പോളിഗേഴ്സുമായിട്ട് എന്ത് ചെയ്യാണ് ചെറിയ ഉരസൽ ഉണ്ടാവുകയാണ്. അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നികുതി പിരിവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാണ് ഒരു പ്രശ്നം എന്ത് ചെയ്യാണ് നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് ഈ ഒരു പോളിഗർമാരുമായിട്ട് ഉണ്ടാവുകയാണ്. അപ്പൊ എന്താണ് ഇതിലേക്ക് നയിച്ചൊരു പ്രധാനപ്പെട്ട സംഭവമാണ് 1781 ആർക്കോട്ടിലെ നവാബ് എന്ത് ചെയ്യാണ് തിരുനെൽവേലിയുടെയും മറ്റ് കർണാടകയിലെ പ്രോവിൻസുകളുടെയും നിയന്ത്രണം എന്ത് ചെയ്യാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. അപ്പം എന്ത് ചെയ്യാണ് 1781 എന്ത് ചെയ്യണം നമ്മുടെ ആർക്കോട്ടിലെ നവാബ് എന്ത് ചെയ്യാണ് തിരുനെൽവേലിയുടെയും മറ്റ് കർണാട്ടിക് പ്രോവിൻസുകളുടെയും നിയന്ത്രണം മാത്രമല്ല മാനേജ്മെന്റ് കൂടി എന്ത് ചെയ്യാണ് ഇപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് ചെയ്യാണ് കൈമാറുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാണ് പ്രധാനമായിട്ടും എന്താണ് അപ്പം ഉറപ്പായിട്ട് ഈ നിയന്ത്രണം കൈമാറുന്ന സമയത്ത് എന്താണ് ഈ ടാക്സേഷൻ അല്ലെങ്കിൽ ടാക്സ് പിരിവ് എന്ത് ചെയ്യാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരും. അപ്പൊ അതും ചൊല്ലി എന്താണ് ഈ പോളിഗർമാരും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കൂടെ എന്ത് ചെയ്യാണ് പ്രധാനമായിട്ടും ഈ പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യാണ് ഏർപ്പെടുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ എന്ത് ചെയ്യാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ത് ചെയ്യാണ് നമ്മുടെ ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാം പോളിഗർ യുദ്ധം എന്ത് ചെയ്യാണ് എന്നറിയപ്പെടുന്ന ആദ്യത്തെ കലാപത്തിന് എന്താണ് നേതൃത്വം കൊടുക്കുകയാണ്. അപ്പൊ 1799 സെപ്റ്റംബറിൽ എന്ത് ചെയ്യാണ് ഒന്നാം പോളിഗർ യുദ്ധം എന്ത് ചെയ്യാണ് ഈ തിരുനെൽവേലി കേന്ദ്രീകരിച്ച് തമിഴ്നാട്ടിലെ തിരുനെൽവേലി കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യാണ് ഈ ഒന്നാം പോളിഗർ യുദ്ധം എന്ത് ചെയ്തു പുറപ്പെട്ടു. ഇനി ആരായിരുന്നു ഈ ഒന്നാം പോളിഗർ യുദ്ധത്തിന്റെ ചുമതല ഉണ്ടായിരുന്നത്? അപ്പൊ നമ്മുടെ എന്താണ് ഈ പാഞ്ചാലക്കുറിച്ചി എന്ന് പറയുന്ന പാളയത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന കട്ടബൊമ്മൻ നായക് അല്ലെങ്കിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നറിയപ്പെട്ടിരുന്ന എന്താണ് ഒരു പോളിഗർ ആയിരുന്നു അല്ലെങ്കിൽ എന്താണ് പാളയക്കാരനായിരുന്നു എന്ത് ചെയ്തത് ഈ ഒന്നാം പോളിഗർ യുദ്ധം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും എന്ത് ചെയ്തത് നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം 1781 നവാബ് എന്ത് ചെയ്യാണ് ഈ തിരുനെൽവേലിയൊക്കെ എന്ത് ചെയ്യാണ് ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുക്കുകയാണ്. പക്ഷെ അവരുടെ ആധിപത്യം സ്വീകരിക്കാനും അതുപോലെ തന്നെ എന്താണ് അവർക്ക് ഈ ലാൻഡ് റവന്യൂ നൽകാനും എന്ത് ചെയ്യാണ് വിസമ്മതിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കട്ടബൊമ്മൻ എന്താണ് പ്രധാനമായിട്ടും എന്ത് ചെയ്തത് ഇങ്ങനെ ഒരു എന്താണ്
ഒരു തുറന്ന യുദ്ധത്തിലേക്ക് എന്ത് ചെയ്തത് പോയത്. അപ്പോൾ ഈ 799 ഒന്നാം പോളിഗർ യുദ്ധം എന്ന് പറയുമ്പോൾ അതിന് മുന്നേ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കരുത്. ഏകദേശം 1795 സ്റ്റാർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതൊരു ഫിയോസ് ബാറ്റിലായിട്ട് 1799 എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ നടന്ന ഈ ഒരു പ്രശ്നങ്ങളിലൊക്കെ എന്ത് ചെയ്യാണ്, കട്ടബൊമ്മൻ എന്താണ് ജയിച്ചു നിൽക്കുകയാണ്. പക്ഷേ 799 ഈ ഒന്നാം പോളിഗർ യുദ്ധത്തിൽ എന്ത് ചെയ്യാണ്, വീരബാന്റെ കട്ടബൊമ്മൻ എന്ത് ചെയ്യാണ്, മൊത്തത്തിൽ ഇങ്ങനെ ജയിക്കും ഒരു ഘട്ടം വന്ന സമയത്ത് എന്താണ് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ തലയ്ക്ക് എന്ത് ചെയ്യാണ്, വിലയിടുകയാണ്. അപ്പോൾ വീരപാണ്ഡ്യ കട്ടബൊമ്മനെ പിടിച്ചു കൊടുക്കുന്ന ആൾക്ക് എന്ത് ചെയ്യും, പൈസ കൊടുക്കുന്ന ഒരു പ്രൊക്ലമേഷൻ വരികയും ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, ഈ കട്ടബൊമ്മൻ എന്ത് ചെയ്യാണ്, പുതുക്കോട്ടയിലെ വനങ്ങളിലേക്ക് പിൻവാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ പുതുക്കോട്ടയിലെ വനങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്, പിൻവാങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പുതുക്കോട്ടയിലെ രാജാവ് എന്ത് ചെയ്യാണ്, രാജാവായിട്ടുള്ള എട്ടപ്പൻ എന്ന് പറയുന്ന ഒരാൾ, പുതുക്കോട്ടയിലെ രാജാവ് എന്ത് ചെയ്യാണ്, ഈ ബ്രിട്ടീഷുകാരുമായിട്ട് എന്താണ് ഒരു സഖ്യത്തിലെത്തുകയും അങ്ങനെ എന്ത് ചെയ്യാണ്, കട്ടബൊമ്മൻ എന്ത് ചെയ്യാണ് പിടിക്കുകയും അതിനുശേഷം എന്താണ് തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, പാഞ്ചാലക്കുറിശി പാളയത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന കട്ടബൊമ്മ നായിക്കായിരുന്നു. അപ്പോൾ ഒന്നാം പോളിഗർ കലാപം 799 സെപ്റ്റംബറിലാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഇനി എന്ത് ചെയ്യാണ്, അവർ ഈ 99 നടന്നിട്ടുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള യുദ്ധത്തിൽ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർ കട്ടബൊമ്മന്റെ തലയ്ക്ക് വിലയിടുന്നു. അങ്ങനെ പുതുക്കോട്ടയിലെ വനങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ത് ചെയ്യാണ്, പിൻവാങ്ങുകയാണ്. എന്നാൽ പുതുക്കോട്ടയിലെ രാജാവായിട്ടുള്ള എട്ടപ്പൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇംഗ്ലീഷുകാരുമായിട്ട് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒരു സഖ്യത്തിൽ ചേരുകയും അങ്ങനെ എന്ത് ചെയ്യാണ്, കട്ടബൊമ്മനെ പിടിക്കുകയും അങ്ങനെ എന്താണ് അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ കട്ടബൊമ്മന്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ആര്, സുബ്രഹ്മണ്യ പിള്ളയും അതുപോലെ തന്നെ സൗന്ദര പാണ്ഡ്യൻ നായിക്കും. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ കട്ടബൊമ്മന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർ പിടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, തൂക്കിക്കൊല്ലുന്നുണ്ട് എന്നുകൂടി എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒന്നാം പോളിഗർ യുദ്ധം എന്ത് ചെയ്യാണ്, അങ്ങനെ അവസാനിക്കുകയാണ്. ഒന്നാം പോളിഗർ യുദ്ധം എന്ത് ചെയ്യാണ് 799 അങ്ങനെ എന്ത് ചെയ്യാണ് അവസാനിക്കുകയാണ്. എന്നാൽ ഇതിനുശേഷം 1801 കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യാണ്, ഇതിനൊരു സെക്കൻഡ് ഫേസ് എന്ത് ചെയ്യാണ് വരികയാണ്. ഇതിന്റെ സെക്കൻഡ് ഫേസ് വരികയാണ്. ഈ സെക്കൻഡ് ഫേസ് നമ്മൾ ഫസ്റ്റ് ഫേസുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒന്നാം പോളിഗർ യുദ്ധവുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഏരിയ കൂടുതൽ എക്സ്പാൻഷൻ ഉള്ളതും അതുപോലെ തന്നെ ഒത്തിരി അധികം ആൾക്കാരുടെ എന്തൊരു പ്രവർത്തനം കൂടി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ വളരെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ വലിയ ഒരു ഫ്രെയിം വർക്കിലാണ് എന്ത് ചെയ്യുന്നത് രണ്ടാം പോളിഗർ കലാപം എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് 1801 ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ രണ്ടാം പോളിഗർ യുദ്ധം എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്ത് ചെയ്യും നടക്കുന്നത്. അപ്പൊ ഈ അതുകൊണ്ട് ഇത്ര വലിയ എക്സ്റ്റൻഷനിലും ഇത്ര അധികം ആൾക്കാർ പങ്കെടുക്കുന്നതും കൊണ്ട് നമ്മൾ ദക്ഷിണേന്ത്യൻ കലാപം എന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോളിഗർ കലാപം രണ്ടാം പോളിഗർ യുദ്ധം എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നു, ദക്ഷിണേന്ത്യൻ കലാപം എന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട് അറിയുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയായിരുന്നു, അതായത് ഒരു സൗത്ത് ഇന്ത്യൻ കോൺഫെഡറേഷൻ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഈ ഒരു കലാപം നടക്കുന്നുണ്ട്. അപ്പൊ പ്രധാനമായും അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ, ഡിണ്ടുകളിലെ ഗോപാല നായിക്, നമ്മുടെ കേരളവർമ്മ പഴശ്ശിരാജ, മലബാറിലെ കേരളവർമ്മ, അതുപോലെ തന്നെ മൈസൂരിലെ കൃഷ്ണപ്പ നായിക് ഒക്കെ ആയിരുന്നു ഈ ഒരു കോൺഫെഡറേഷനിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്നെന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക. എന്നാൽ ഈ ഒരു രണ്ടാം പോളിഗർ കലാപം എന്ത് ചെയ്യാണ് നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തുന്നുണ്ട്. അപ്പൊ ഇത്തരം അടിച്ചമർത്തലിന് ശേഷം 1801 ജൂലൈ 31 എന്ത് ചെയ്യാണ് കർണാടക ഉടമ്പടിയിൽ എന്ത് ചെയ്യാണ് ഒപ്പുവെക്കുകയാണ്. ഈ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നതിലൂടെ എന്ത് ചെയ്യാണ് തമിഴ്നാടിന്റെ നേരിട്ടുള്ള നിയന്ത്രണം എന്ത് ചെയ്യാണ് കമ്പനി ഏറ്റെടുത്തു. കമ്പനി എന്ത് ചെയ്യാണ് നമ്മുടെ മദ്രാസ് പ്രസിഡൻസി ആയിട്ട് അല്ലെ കർണാടകയിലെ നമ്മുടെ തമിഴ്നാടിന്റെ നേരിട്ടുള്ള നിയന്ത്രണം എന്ത് ചെയ്യാണ് കമ്പനി ഏറ്റെടുക്കുക. അതുപോലെ തന്നെ അതോടുകൂടി പോളിഗർമാരുടെ അധികാരം അവസാനിക്കുകയും ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പോളിഗർസിന്റെ കാര്യമാണ് പറയുന്നത്. പോളിഗർസ് എന്ന് പറയുന്ന ആരാണ്, നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ സാമന്ത ഭരണാധികാരികളായിരുന്നു അല്ലെ. സാമന്ത
ഭരണാധികാരി. അപ്പോൾ പ്രധാനമായിട്ടും അതൊരു മിലിഷ്യ പീപ്പിൾ ആയിരുന്നു. എന്താണ്, ഒരു സൈനിക സേവനം, അതുപോലെ തന്നെ എന്താണ് ഇത്തരം ആൾക്കാർ ഗവർണറായിട്ടൊക്കെ എന്ത് ചെയ്യുന്ന എന്താണ് ഭരിച്ചിരുന്ന ആൾക്കാരാണ് ഈ പോളിഗർമാർ എന്ന് പറയുന്നത്. പോളിഗർമാർ എന്ന് പറയുന്നത് അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, ഇവരുടെ സൈനിക സേവനത്തിന് എന്താണ് ഒരു പ്രതിഫലം പോലെ എന്ത് ചെയ്യാണ്, ഇവർക്ക് കുറച്ച് ലാൻഡ് കൊടുക്കും അല്ലെ, അതിനെ പാളയം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പാളയം എന്ന് പറയുന്നു. അപ്പോൾ ഈ പാളയത്തിന്റെ എന്താണ് നികുതി പിരിവൊക്കെ എടുത്തിരുന്നത് ഈ പോളിഗർമാരാണ്. അപ്പോൾ 1781 നമ്മുടെ ആർക്കോട്ടിൽ നവാബ് എന്ത് ചെയ്യാണ്, ഈ തിരുനെൽവേലിയും മറ്റ് കർണാടക പ്രോവിൻസും ഒക്കെ എന്ത് ചെയ്യാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്റ്റ് അണ്ടറിലേക്ക് അല്ലെ അവർക്ക് നിയന്ത്രണത്തിനും അതുപോലെ തന്നെ എന്താണ് മാനേജ്മെന്റിനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാണ് കൊടുക്കുകയാണ്. അപ്പം ഇത് എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ പോളിഗർമാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനി തമ്മിൽ എന്താണ് ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഒന്നാം പോളിഗർ യുദ്ധം 1799 സെപ്റ്റംബറിൽ എന്ത് ചെയ്യാണ് നടക്കുകയാണ്. ആരായിരുന്നു പ്രധാനപ്പെട്ട നേതാവ്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നറിയപ്പെടുന്ന കട്ടബൊമ്മ നായിക് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു ഫിയോസ് ആയിട്ടുള്ള ബാറ്റിൽ എന്ത് ചെയ്യണം, അദ്ദേഹം പുതുക്കോട്ട വനങ്ങളിലേക്ക് എന്ത് ചെയ്യണം പിൻവാങ്ങുന്നു. എന്നാൽ പുതുക്കോട്ടയിലെ രാജാവായിട്ടുള്ള എട്ടപ്പൻ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ബിട്രയൽ ചെയ്യുകയും അങ്ങനെ പിടിച്ചെടുത്ത് എന്ത് ചെയ്യാണ് തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഇനി അദ്ദേഹത്തെ ഇതിൽ സഹായിച്ചിട്ടുള്ള ഈ ഒന്നാം പോളിഗർ യുദ്ധത്തിൽ സഹായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെയായിരുന്നു സുബ്രഹ്മണ്യ പിള്ളയും സൗന്ദരപാണ്ഡ്യൻ നായിക്കും. സുബ്രഹ്മണ്യ പിള്ളയും സൗന്ദരപാണ്ഡ്യൻ നായിക്കും ആയിരുന്നു എന്താണ് പ്രധാനപ്പെട്ട വിമത നേതാക്കളായിരുന്നത്. അതിനുശേഷം എന്താണ് കുറച്ചും കൂടെ എന്താണ് എക്സ്റ്റൻഷൻ ഉള്ളതും കുറച്ചും കൂടെ എന്താണ് ആൾക്കാർ പങ്കെടുത്തതുമായിട്ടുള്ള രണ്ടാം പോളിഗർ യുദ്ധം വരുന്നു 1800-801 കാലഘട്ടങ്ങൾ. ഇത് എന്താണ് ഇത്രയും കുറച്ചും കൂടെ വ്യാപ്തിയും കുറച്ചും കൂടെ എന്താണ് വലുതും ആയതുകൊണ്ട് തന്നെ ഇതിന് ദക്ഷിണേന്ത്യൻ കലാപം എന്ന് പറയുന്നു. പ്രധാനപ്പെട്ട അംഗങ്ങൾ ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ, ഡിണ്ടിഗലിലെ ഗോപാലനായിക്, അത് കഴിഞ്ഞ് മലബാറിലെ കേരളവർമ്മ, മൈസൂരിലെ കൃഷ്ണപ്പ നായിക് ഒക്കെ ആയിരുന്നു എന്തെയ്യുന്നു പ്രധാനപ്പെട്ട ഈ കോൺഫെഡറേഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതും എന്ത് ചെയ്തു അടിച്ചമർത്തുന്നു. 1801 ജൂലൈ 31 കർണാടക ഉടമ്പടിയിൽ എന്ത് ചെയ്യാണ് ഒപ്പുവയ്ക്കുന്നു. അതോടുകൂടി എന്ത് ചെയ്യാണ് തമിഴ്നാടിന്റെ നേരിട്ടുള്ള നിയന്ത്രണം എന്ത് ചെയ്യാണ് ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും പോളിഗർമാരുടെ ഭരണം എന്ത് ചെയ്യാണ് അവസാനിക്കുകയും ചെയ്യാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വെല്ലൂർ കലാപം. വെല്ലൂർ കലാപം അല്ലെങ്കിൽ വെല്ലൂർ മ്യൂട്ടണി എന്നറിയപ്പെടുന്ന വെല്ലൂർ കലാപം അല്ലെങ്കിൽ വെല്ലൂർ മ്യൂട്ടണി എന്നറിയപ്പെടുന്ന എന്താണ് പ്രധാനപ്പെട്ട എന്താണ് ഒരു സൈനിക കലാപമാണ്. ഒരു സിപ്പോയ് മ്യൂട്ടണിയാണ് ഏത് വെല്ലൂർ കലാപം എന്ന് പറയുന്നത്. എഗെയിൻ സൗത്ത് ഇന്ത്യയെ കേന്ദ്രീകരിച്ചിട്ടാണ്. ഇന്നത്തെ എന്താണ് നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു നഗരമായിട്ടുള്ള വെല്ലൂരിലാണ് എന്ത് ചെയ്യുന്നത്. അവിടുത്തെ ഒരു എന്താണ് ഒരു ഇൻഫൻട്രിയിലാണ് ഒരു മിലിറ്ററി ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത് ഈ വെല്ലൂർ കലാപം എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് നടക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ ഡേറ്റ് എന്താണ് ഒരൊറ്റ ദിവസം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഈ ഒരു കലാപം നീണ്ടു നിന്നിട്ടുള്ളൂ എന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. 1806 ജൂലൈ 10 എന്ത് ചെയ്യുന്നത് ഈ ഒരു വെല്ലൂർ മ്യൂട്ടണി അല്ലെങ്കിൽ വെല്ലൂർ കലാപം നടക്കുന്നത്. അപ്പോൾ ഏകദേശം എന്താണ് നമ്മുടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് കൃത്യം പറഞ്ഞാൽ 50 വർഷം മുൻപാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വെല്ലൂർ കലാപം നടക്കുന്നതെന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അപ്പൊ എന്തായിരുന്നു ഈ വെല്ലൂർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് നോക്കാം. അതെന്തായിരുന്നു പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് ഈ നമുക്കറിയാമല്ലേ ഈ സിപ്പോയ് മ്യൂട്ടണി അല്ലെങ്കിൽ ഇത്തരം മ്യൂട്ടണീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ ഈ മദ്രാസ് ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന സർ ജോൺ ക്രാഡോക്ക് എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യാണ് ഈ സൈനികരുടെ നെറ്റിയിൽ മതപരമായിട്ടുള്ള അടയാളങ്ങൾ ധരിക്കുന്നത് എന്താണ് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ എന്ത് ചെയ്തു പുറപ്പെടുവിച്ചിരുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു ഇവരുടെ എന്താണ് ഈ പരമ്പരാഗതമായിട്ട് നമ്മുടെ എന്താണ് ഇത്തരം ആൾക്കാർ ഉപയോഗിച്ചു വരുന്ന ശിരോവസ്ത്രം, ഈ ശിരോവസ്ത്രം എന്ത് ചെയ്യാണ് ശിരോവസ്ത്രത്തിന് പകരം എന്ത് ചെയ്യാണ് പുതിയ വൃത്താകൃതിയിലുള്ള തൊപ്പികൾ ധരിക്കാനും എന്ത് ചെയ്തു അവരോട് ആവശ്യപ്പെട്ടു. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും അവർ പ്രധാനമായിട്ട് ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഒരു കൺവേർഷൻ നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ള ഒരു ആശയം എന്ത് ചെയ്യാണ് ഇത് നമ്മുടെ ഇന്ത്യൻസ് ആയിട്ടുള്ള ശിപ്പായിമാരുടെ ഇടയിൽ എന്ത് ചെയ്യാണ് മതപരിവർത്തനം നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ളൊരു എന്താണ് ഒരു ആശയം എന്ത് ചെയ്തു ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങി. അപ്പൊ എന്താണ്
ഈ അതിനെതിരെ എന്ത് ചെയ്തു, കുറച്ച് ശിപ്പായിമാർ അല്ലെങ്കിൽ കുറച്ച് എന്താണ് ആൾക്കാർ എന്ത് ചെയ്തു, പ്രതിഷേധിച്ചു. അപ്പൊ ഈ ഒരു പ്രതിഷേധിച്ച ആൾക്കാർ എന്ത് ചെയ്തു, സെയിന്റ് ജോർജ് കോട്ടയിലേക്ക് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ എന്താണ് അവർക്ക് കനത്ത ശിക്ഷ കൊടുക്കുകയും ചെയ്തു. അപ്പൊ എന്ത് ചെയ്യാണ്, ഇത് അവർക്കിടയിൽ എന്നിട്ട് പ്രശ്നമായി നിൽക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ 1806 ജൂലൈ 10 നമ്മുടെ മദ്രാസിലെ 69-ാം റെജിമെന്റിലെ 14 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും 115 ഇംഗ്ലീഷുകാരെ എന്ത് ചെയ്യാണ്, ശിപ്പായിമാരെന്ത് ചെയ്തു, വധിക്കുകയാണ്. അവരെന്ത് ചെയ്യാണ്, കൊന്നു. അതെന്ത് ചെയ്യാണ്, അർദ്ധരാത്രി ആരംഭിച്ച ഈ ഒരു കലാപത്തില് പുലർച്ചയോട് തന്നെ എന്ത് ചെയ്യാണ്, ഈ ഒരു കോട്ട എന്ത് ചെയ്യാണ്, ഈ ശിപ്പായിമാര് പിടിച്ചെടുത്തു. അപ്പൊ ഈ ഒരു കോട്ടയിൽ നമ്മൾ അന്നറിയാം, ടിപ്പു സുൽത്താന്റെ ഭാര്യയെയും മക്കളെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഇവിടെ ഈ ഒരു റെജിമെന്റിലെ കോട്ടയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മൈസൂർ സുൽത്താനേറ്റിന്റെ പതാക എന്ത് ചെയ്യാണ്, അവർ കോട്ടയ്ക്ക് മുകളിൽ ഉയർത്തി. അപ്പൊ എന്തായിരുന്നു പ്രശ്നം, പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യാണ്, ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രധാന പരിവർത്തനങ്ങൾ അല്ലേ. അവരെന്താണ് പ്രധാനമായിട്ട് നെറ്റിയിൽ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തലയിൽ എന്ത് ചെയ്യണം, വട്ടത്തിലുള്ള തൊപ്പി അല്ലെ അവർ ഉപയോഗിക്കണം എന്നുള്ള ഒരു നിബന്ധന കൂടി കൊണ്ടുവന്നു. അപ്പൊ ഇതെന്ത് ചെയ്യണം, നമ്മുടെ ശിപ്പായിമാർക്കിടയിൽ എന്ത് ചെയ്യാണ്, അവരെ മതപരിവർത്തനത്തിന് എന്ത് ചെയ്യാണ്, നയിക്കുകയാണോ എന്നുള്ളൊരു സംശയം വരികയും അത് പ്രകാരം എന്ത് ചെയ്യാണ്, അവര് കുറച്ച് ആൾക്കാർ പ്രതിഷേധിച്ചു. അപ്പൊ അങ്ങനെ പ്രതിഷേധിച്ചുള്ള ആൾക്കാർ എന്ത് ചെയ്യാണ്, പിടിച്ചുകൊണ്ടുപോയി സെയിന്റ് ജോർജ് കോട്ടയെ കൊണ്ടുപോയി നന്നായിട്ട് ചാട്ടവാറടിയും മറ്റുമൊക്കെ എന്ത് ചെയ്തു കൊടുത്തു. അന്നത്തെ പ്രധാനപ്പെട്ട ശിക്ഷയാണല്ലോ ഈ ചാട്ടവാറടി എന്ന് പറയുന്നത്, അത് കൊടുത്തു. അങ്ങനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യണം, 1806 ജൂലൈ 10 എന്ത് ചെയ്യാണ്, ശിപ്പായിമാരെന്ത് ചെയ്യാണ്, ആ ഒരു കോട്ട പിടിച്ചെടുക്കുകയും അതിലുള്ള പ്രധാനപ്പെട്ട 14 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ അതുപോലെ തന്നെ 115 ഇംഗ്ലീഷുകാരെ എന്ത് ചെയ്യാണ്, വധിച്ചു. ഈ വധിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു, മൈസൂർ സുൽത്താനേറ്റിന്റെ പതാക എന്ത് ചെയ്തു, കോട്ടയ്ക്ക് മുകളിൽ ഉയർത്തുകയും ഈ ടിപ്പു സുൽത്താന്റെ മകനായിട്ടുള്ള ഫത്തേ ഹൈദറിനെ എന്ത് ചെയ്യാണ്, രാജാവായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യാണ്. അപ്പോൾ പ്രധാനമായിട്ട് കുറച്ച് ആൾക്കാരെ കൊന്നു, അതിനുശേഷം കോട്ട പിടിച്ചെടുത്തു. ദെൻ എന്ത് ചെയ്തു, നമ്മുടെ മൈസൂർ സുൽത്താനേറ്റിന്റെ ടിപ്പു സുൽത്താന്റെ മകനായിട്ടുള്ള ഫത്തേ ഹൈദറിനെ എന്ത് ചെയ്യാണ്, അവരുടെ രാജാവായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള എന്ത് ചെയ്യാണ്, ഒരു ഉദ്യോഗസ്ഥൻ, കുറച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാണ്, ഇത് ആർക്കോട്ടിലുണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് സേനയെ അറിയിക്കുകയും അങ്ങനെ എന്ത് ചെയ്യാണ്, ആർക്കോട്ടിൽ നിന്ന് സർ സോറോ ഗില്ലസ്പിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാണ്, ഒരു ബ്രിട്ടീഷ് സൈന്യം എത്തുകയും കലാപം അടിച്ചമർത്തുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരൊറ്റ ദിവസം നടന്നിട്ടുള്ള ഒരു കലാപമാണ് ഈ വെല്ലൂർ മ്യൂട്ടണി എന്ന് പറയുന്നത്. 1806 ജൂലൈ 10 നടക്കുന്നത്. മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെ, ശിപ്പായിമാരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടുന്നതിന് എതിരെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കലാപമാണ് വെല്ലൂർ മ്യൂട്ടണി എന്ന് പറയുന്നത്. എന്തായിരുന്നു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കോട്ട പിടിച്ചെടുത്തു. അതിനുശേഷം കോട്ട എന്ത് ചെയ്തു, മൈസൂർ സുൽത്താനേറ്റിന്റെ പതാക കൊണ്ടുവന്നു. അതിനുശേഷം ടിപ്പു സുൽത്താന്റെ മകനായിട്ടുള്ള ഫത്തേ ഹൈദറിനെ രാജാവായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷെ കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആർക്കോട്ടിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് സേന ഇത് അറിയിക്കുകയും തുടർന്ന് ഈ ആർക്കോട്ടിൽ നിന്ന് സൈന്യം എത്തുകയും കലാപം അടിച്ചമർത്തുകയും ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു കലാപത്തിന് എന്തുകൊണ്ട് ഈ കലാപം ഇമ്പോർട്ടൻ്റ് ആകുന്നു, ഈ ഒരു കലാപത്തെ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബ്രിട്ടീഷ് അല്ലെ ശിപ്പായിമാരുടെ കുറച്ച് നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെല്ലൂർ കലാപത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 3 മദ്രാസ് റെജിമെന്റുകൾ എന്ത് ചെയ്തു, പിരിച്ചുവിട്ടു. 3 മദ്രാസ് റെജിമെന്റുകൾ എന്ത് ചെയ്തു, പിരിച്ചുവിട്ടു. അതുപോലെ തന്നെ പുതിയ വസ്ത്രധാരണ നിയമങ്ങൾ എന്ത് ചെയ്തു, നിർത്തലാക്കി. അതിനുശേഷം ഇന്ത്യൻ സൈനികർക്കുള്ള ചാട്ടവാറടി നിർത്തലാക്കി. അതുപോലെ തന്നെ പുതിയ വസ്ത്രധാരണ നിയന്ത്രണങ്ങൾക്ക് ഉത്തരവാദിയായ സർ ജോൺ ക്രോഡോക്കിനെ എന്ത് ചെയ്യാണ്, മറ്റ് മുതിർന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും ബ്രിട്ടനിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പൊ നമ്മുടെ ഇന്ത്യക്കാർക്ക് അനുകൂലമായിട്ട് നടത്തിയുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ബ്രിട്ടനിലേക്ക് തിരിച്ചു വിളിച്ചു. അതുപോലെ തന്നെ പുതിയ വസ്ത്രധാരണ നിയമങ്ങൾ നിർത്തലാക്കി. ഇന്ത്യൻ സൈനികർക്കുള്ള ചാട്ടവാറടി എന്ത് ചെയ്തു, നിർത്തലാക്കി. ഇത് 3 പോസിറ്റീവായി നടന്നിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ്.
ഇനി ഇതിന് നെഗറ്റീവായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെല്ലൂർ കലാപത്തിൽ ഉൾപ്പെട്ട 3 റെജിമെന്റുകൾ പിരിച്ചുവിട്ടു. അതുപോലെ തന്നെ എന്താണ്, വിചാരണയ്ക്ക് ശേഷം കലാപത്തിൽ ഉൾപ്പെട്ട ശിപ്പായിമാരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ദെൻ ടിപ്പു സുൽത്താന്റെ കുടുംബത്തെ എന്ത് ചെയ്യാണ്, കൊൽക്കത്തയിലേക്ക് എന്ത് ചെയ്തു, മാറ്റി. അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട എന്താണ് വെല്ലൂർ മ്യൂട്ടണിയിലെ പ്രധാനപ്പെട്ട ഇഫക്റ്റുകൾ അല്ലെങ്കിൽ കലാപത്തിൽ തുടർന്നുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇത്രയാണ്. മനസ്സിലായോടാ? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത കാലത്തുള്ള പ്രധാനപ്പെട്ട കലാപമാണ് ഇത് പൈക്ക കലാപം എന്ന് പറയുന്നത്. പൈക്ക കലാപം ഒരു സിവിൽ അപ്രൈസിംഗ് ആണ്. 1817 എന്ത് ചെയ്യുന്നത് ഈ ഒരു പൈക്ക കലാപം നടക്കുന്നത്. 1817 ഈ ഒരു എന്താണ് പൈക്ക കലാപം നടക്കുന്നത്. പൈക്ക കലാപത്തിന്റെ മറ്റൊരു പേരാണ് പൈക്ക വിദ്രോഹ. പൈക്ക വിദ്രോഹ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പൈക്ക കലാപം അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒഡീഷ റീജൻ, ബംഗാൾ പ്രോവിൻസിലെ ഒഡീഷ റീജിയനിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പൈക്ക കലാപം നടക്കുന്നത്. അപ്പൊ ആരായിരുന്നു പൈക്കുകൾ എന്ന് പറയുന്നത്? അന്നത്തെ എന്താണ് ഈ ഒരു ഒഡീഷയിലെ ഖുർദ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഒരു സൈനിക വിഭാഗം, ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു സൈനിക വിഭാഗമാണ് ഇത് ഈ ഒരു പൈക്കകൾ എന്ന് പറയുന്നത്. പൈക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ കാൽപ്പടയാളുകൾ എന്നാണ് നിന്നത് പറയുന്നത്. അപ്പൊ ഇവ ഈ സൈനിക സേവനം നടത്തുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ഈ എന്താണ് പൈക്കകൾക്ക് എന്താണ് ഈ ഒരു റെന്റ് ഫ്രീ ആയിട്ടുള്ള ഈ എന്താണ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്തു, അവർക്ക് ലാൻഡ്സ് എന്ത് ചെയ്തു കിട്ടിയിരുന്നു. അപ്പൊ അതെന്ത് ചെയ്യാണ്, അവരെന്ത് ചെയ്യാണ്, അതിൽ എന്താണ് ടാക്സ് ഒക്കെ പിരിച്ചെടുത്തിരുന്നത് ഇത്തരം പൈക്കകളാണ്. അപ്പൊ 1817 നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കലാപമാണ് പൈക്ക കലാപം എന്ന് പറയുന്നത്. മറ്റൊരു പേര് പൈക്ക വിദ്രോഹ എന്നാണ്. ആരായിരുന്നു പൈക്കകൾ എന്ന് പറയുന്നത്? ഒഡീഷയിലെ ഒരു പരമ്പരാഗതമായിട്ടുള്ള സൈനിക വിഭാഗമാണ് പൈക്കകൾ എന്ന് പറയുന്നത്. ഒരു ശരിക്കും പറഞ്ഞാൽ കാൽപ്പടയാളികളാണ്. അപ്പൊ ഇവർ നടത്തിയിരുന്ന സൈനിക സേവനങ്ങൾക്ക് എന്താണ് പ്രതിഫലമായിട്ട് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് ഒരു എന്താണ് റെന്റ് ഫ്രീ ആയിട്ടുള്ള ലാൻഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമാധാനം നടക്കുന്ന അല്ലെങ്കിൽ യുദ്ധമൊന്നും ഇല്ലാത്ത സമയത്തുണ്ടല്ലോ, ഈ യുദ്ധകാലങ്ങളിലാണല്ലോ പ്രധാനമായിട്ട് അവർക്ക് യോദ്ധാക്കളായിട്ട് അല്ലെങ്കിൽ കാൽപ്പടയാളികളായിട്ടൊക്കെ എന്ത് സേവനം അനുഷ്ഠിക്കേണ്ടത്. അപ്പൊ ഈ സമാധാന കാലത്ത് അതുപോലെ തന്നെ പോലീസിന്റെ ചുമതലയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രധാനമായി ഈ പൈക്കുകൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ പൈക്കുകളെ പ്രധാനമായിട്ട് 3 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രഹാരികൾ, ബനുവാസ് ആൻഡ് ദംഗിയാസ് എന്ന്. പ്രഹാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാൾപ്പയറ്റൊക്കെ നടത്തുന്ന അങ്ങനെയുള്ള വിദഗ്ധരെയാണ് പ്രഹാരികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബനുവാസ് എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു എക്സ്പെഡിഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻ ഒക്കെ നടത്തുന്നത്, ഈ പുതിയ സ്ഥലങ്ങളെ കണ്ടുപിടിക്കുക, അതുപോലെ വിദൂര പര്യവേഷണങ്ങൾക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ബനുവാസ് എന്ന് പറയുന്നത്. ദംഗിയാസ് എന്ന് പറയുന്നത് യുദ്ധമുഖത്തെ, യുദ്ധം നടക്കുന്ന സമയത്തുള്ള വില്ലാളികളെയാണ് എന്ത് ചെയ്യുന്നത് ദംഗിയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ പൈക്കുകൾ ഇങ്ങനെ എന്താണ് അവരുടെ എന്താണ് കുറെ അധികം എന്താണ് കിട്ടുന്ന സാധനങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് 1803 എന്ത് ചെയ്യാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഡീഷ കീഴടക്കുകയാണ്. ഓക്കെ, അപ്പൊ 1803 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് ഒഡീഷ കീഴടക്കുക മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ടുള്ള ഖുർദയിലെ എന്താണ് രാജാവിനെ ഡീത്രോൺ ചെയ്തു, അധികാര ഭ്രഷ്ടനാക്കി മാറ്റി. അപ്പൊ ഈ രാജാവിന്റെ അധികാരം പോയി കഴിഞ്ഞാൽ രാജാവിന്റെ സൈനികരെ കൊണ്ട് പിന്നെ വല്ല ഉപയോഗമുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ബ്രിട്ടീഷുകാരെ എന്താണ് നമ്മുടെ ഖുർദയിലെ രാജാവിനെ ഡീത്രോൺ ചെയ്ത സമയത്ത് തന്നെ എന്താണ് നമ്മുടെ പൈക്കുകളുടെ ഒരു ശക്തിയും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിരുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു
കുറയാൻ തുടങ്ങി. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ പുതിയ കൊളോണിയൽ സ്ഥാപനങ്ങളും ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റുകളും എന്ത് ചെയ്യാണ്, പൈക്കകൾക്ക് വളരെയധികം പ്രശ്നമായി. കാരണം എന്താണ്, അവർ റെന്റ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്തത്, ആസ്വദിച്ചുകൊണ്ടിരുന്ന അവരുടെ എസ്റ്റേറ്റുകളും അല്ലെങ്കിൽ അവരുടെ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, പൈക്കകൾക്ക് നഷ്ടപ്പെടുകയാണ്. ഇനി പൈക്ക കലാപത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യാണ്, അവരുടെ വ്യാപാര താല്പര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒഡീഷയിലെ പ്രധാനപ്പെട്ട 4 തുറമുഖങ്ങൾ എന്ത് ചെയ്യാണ്, അടച്ചുപൂട്ടി എന്നാണ്. ഇത് പ്രാദേശിക ജനതയെ, അവിടെയുള്ള പ്രാദേശിക ജനതയെ എന്ത് ചെയ്യാണ്, ഒറ്റപ്പെടുത്തി. ഇനി രണ്ടാമത് കാര്യം എന്താണ്, ഖുർദ കീഴടക്കിയ ശേഷം എന്താണ്, പാരമ്പര്യമായി കിട്ടിയിട്ടുണ്ടായിരുന്ന എസ്റ്റേറ്റുകൾ അല്ലെ, വാടകരഹിത ഭൂമികൾ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാര് കൈക്കലാക്കി. അതുപോലെ തന്നെ എന്താണ്, കമ്പനിയുടെ ഭൂറവന്യൂ നയവും എന്ത് ചെയ്യാണ്, കർഷകരെയും ജമീന്ദാർമാരെയും ഒരുപോലെ എന്ത് ചെയ്യാണ്, ബാധിച്ചു. ഇനി എന്താണ്, ഈ ഉപ്പിന്റെ വില എന്താണ്, ഇവരിങ്ങനെ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട എന്താണ്, സോൾട്ട് ടാക്സും മറ്റുമൊക്കെ എന്താണ്, ഉപ്പിന്റെ വില കൂട്ടിയത് സാധാരണക്കാരെ, ഉപ്പ് എന്താണ്, നമുക്ക് ഉണ്ടാക്കി എടുക്കാനുള്ള അനുമതിയില്ല, അതുകൊണ്ട് തന്നെ എന്താണ്, സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കി. ഇനി എന്താണ്, പ്രധാനമായിട്ടുള്ള എന്താണ്, ഈ ഒഡീഷയിലെ അന്ന് നിലവിലുണ്ടായിരുന്ന കൗറി എന്നു പേരുള്ള കറൻസി സമ്പ്രദായം എന്താണ്, റദ്ദാക്കുകയും അതുപോലെ തന്നെ എന്താണ്, നികുതി എന്ത് ചെയ്യണം, ഇനി തൊട്ട് സിൽവറിൽ അടയ്ക്കണം എന്നുള്ള ഒരു നിബന്ധന എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയും ചെയ്യുകയാണ്. അപ്പോൾ പ്രധാനമായിട്ട് പൈക്ക കലാപത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ബ്രിട്ടീഷുകാരുടെ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒഡീഷയിലെ പ്രധാനപ്പെട്ട 4 വ്യാപാര തുറമുഖങ്ങൾ അടച്ചുപൂട്ടി. അതിനുശേഷം എന്താണ്, ഖുർദ കീഴടക്കിയ ശേഷം എന്ത് ചെയ്യാണ്, പൈക്കകളുടെ പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ഇന്നത്തെ എസ്റ്റേറ്റുകൾ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർ കൈയടക്കി. അതിനുശേഷം എന്താണ്, ലാൻഡ് റവന്യൂ സിസ്റ്റം എന്ത് ചെയ്യാണ്, കർഷകരെയും ജമീന്ദാർമാരെയും എന്ത് ചെയ്യണം, ഒരുപോലെ ബാധിക്കുന്നു. അതിനുശേഷം സോൾട്ട് ടാക്സ് അല്ലെ, ഉപ്പിന്റെ വിലക്കയറ്റം എന്ത് ചെയ്തു, സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കി. ഇതൊക്കെ പോട്ടെ, അവരുടെ നിലവിലുണ്ടായിരുന്ന കൗറി കറൻസി സിസ്റ്റം എന്ത് ചെയ്യാണ്, എടുത്തു നിർത്തുകയും ഇതൊട്ട് എന്ത് ചെയ്യണം, നികുതി വെള്ളിയിൽ അടയ്ക്കണമെന്നും കൂടി എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാര് പറയാണ്. അപ്പൊ ഇത്രയും ആയപ്പോ എന്ത് ചെയ്തു, ഇനി രക്ഷയില്ല എന്നുള്ളൊരു സംഭവം എന്ത് ചെയ്യാണ്, വരികയാണ്. ഇത് സംഭവം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, 1804 എന്ത് ചെയ്യാണ്, ഖുർദയിലെ രാജാവ് എന്ത് ചെയ്യാണ്, പൈക്കാസുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു കലാപം ആസൂത്രണം ചെയ്തു. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അത് നടക്കുന്നില്ല. കാരണം എന്താണ്, ഗൂഢാലോചന കണ്ടെത്തി എന്ത് ചെയ്യാണ്, ഈ രാജാവിന്റെ പ്രദേശം കൂടി എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാര് എന്ത് ചെയ്തു, മൊത്തത്തിൽ എന്ത് ചെയ്യാണ്, എടുക്കുകയാണ്. അങ്ങനെ എന്താണ്, മൊത്തത്തിൽ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടുള്ള രാജാവിന്റെ കീഴിലുള്ള എല്ലാ എസ്റ്റേറ്റും എന്ത് ചെയ്യാണ്, ഇവര് തട്ടിയെടുത്തു അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പൈക്ക റിബല്യന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ബക്ഷി ജഗബന്ധു എന്താണ്, വിദ്യാധർ ബക്ഷി ജഗബന്ധു വിദ്യാധർ എന്ന് പേരുള്ള ഒരു പ്രധാനപ്പെട്ട പൈക്കയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിബല്യൻ എന്ത് ചെയ്യുന്നത്, നയിക്കുന്നത്. ഇനി എന്തായിരുന്നു അതൊരു റിബല്യനിലേക്ക് പോകാനുള്ള ഇമ്മീഡിയറ്റ് പ്രശ്നം എന്ന് പറയുന്നത്, ഈ ബക്ഷി ജഗബന്ധുവിന് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ഒരു ആൻസിസ്റ്റർ അല്ലെങ്കിൽ പരമ്പരാഗതമായി കൈമാറി കിട്ടിയിട്ടുള്ള കില്ലാറൊറാങ് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാര് ടേക്ക് ഓവർ ചെയ്തു. ഇതെന്ത് ചെയ്യാണ്, 1814 എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബക്ഷി ജഗബന്ധുവിന്റെ ഈ ഒരു പ്രശ്നം എന്ത് ചെയ്യാണ്, ഇത് നടക്കുന്ന സമയത്ത് എന്താണ്, ഖുംസൂറിൽ നിന്ന് എന്ത് ചെയ്യാണ്, കുറച്ചധികം ഖോണ്ടുകൾ, നമുക്കറിയാലേ ഖോണ്ടുകൾ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ട്രൈബൽ വിഭാഗമാണല്ലേ. ഈ ഖോണ്ടുകൾ എന്ത് ചെയ്യാണ്, ഈ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മുടെ ഖുർദയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, 1817 മാർച്ചിൽ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു ഖുംസൂറിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഖുർദയിലേക്ക് മാർച്ച് ചെയ്ത് വരികയാണ്. അപ്പൊ നമ്മുടെ ബക്ഷി ജഗബന്ധുവിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഖോണ്ടുകൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു 1817 മാർച്ചിൽ എന്ത് ചെയ്യാണ്, ഖുംസൂറിൽ നിന്ന് ഖുർദയിലേക്ക് എന്ത് ചെയ്യണം, മാർച്ച് ചെയ്ത് വരികയും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള തങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്ത് ചെയ്യാണ്, പ്രഖ്യാപിക്കുക. അതായത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് എന്ത് ചെയ്യാണ്, പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ഇവർ മാർച്ച് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവരൊരു പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചില ഉദ്യോഗസ്ഥരെ കൊല്ലുകയും ചെയ്യണം. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഈ ഒരു പ്രക്ഷോഭത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
നമ്മുടെ എന്ത് പറയുന്നത് പൈക്ക റിബല്യൺ എന്ന് പറയുന്നത്. അപ്പോൾ ബക്ഷി ജഗബന്ധു വിദ്യാധർ ആണ് എന്ത് ചെയ്തത് പൈക്ക കലാപത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ഒരു പൈക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഖുർദയിലെ അവസാനത്തെ രാജാവായിട്ടുള്ള രാജാ മുകുന്ദദേവ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു കലാപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ബക്ഷി ജഗബന്ധുവിന് സഹായിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു രാജാ മുകുന്ദദേവ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു കലാപത്തിൽ ഖോണ്ടുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താണ് പൈക്കകൾ ഉണ്ടായിരുന്നു, രാജാവ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫ്യൂഡൽ മേധാവികള്, ജമീന്ദർമാര്, അതുപോലെ തന്നെ ഒഡീഷയിലെ സാധാരണക്കാര് എല്ലാവരും പങ്കെടുത്തതോടു കൂടി എന്താണ് ഒറിയ സമൂഹത്തിൽ കലാപത്തിന് വ്യാപകമായിട്ടൊരു പിന്തുണ എന്ത് ചെയ്യാണ് ലഭിക്കുകയാണ്. ഒരു വ്യാപകമായിട്ടുള്ള എന്താണ് പിന്തുണ ലഭിക്കുകയും ഇങ്ങനെ ഈ പൈക്ക റിബല്യൻ എന്ത് ചെയ്യാണ് ഒഡീഷയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യാണ്. പക്ഷെ എന്താണ് നമുക്ക് തോന്നി ഇപ്പോൾ തന്നെ എന്താണ് ഇവർ ജയിക്കും എന്ന് തോന്നിയെങ്കിലും എന്ത് ചെയ്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യണം 1819 കൂടി എന്ത് ചെയ്യാണ് നമ്മുടെ ഈ ഒരു കലാപം എന്ത് ചെയ്യണം ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ടും എന്താണ് അടിച്ചമർത്തുന്നു. അതിനുശേഷം എന്താണ് 1825 എന്ത് ചെയ്യാണ് ബക്ഷി ജഗബന്ധുവിനെ ബ്രിട്ടീഷുകാർ പിടിക്കുകയും 1829 എന്ത് ചെയ്യാണ് നമ്മുടെ എന്താണ് മരണം വരെ കട്ടക്കിൽ എന്ത് ചെയ്യാണ് അദ്ദേഹം തടവുകാരനായിട്ട് ജീവിക്കുകയും ചെയ്യാണ്. അപ്പൊ ഈ പൈക്ക കലാപത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് എന്ത് ചെയ്യണം ഈ പൈക്ക കലാപത്തെ പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ നമ്മുടെ കൾച്ചറൽ മിനിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററി ആ ഒരു വിഭാഗമൊക്കെ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് അത് സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ എന്ത് ചെയ്യണം 2018 ഡിസംബർ 24 എന്ത് ചെയ്യാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എന്താണ് ഈ പൈക്ക കലാപത്തിന്റെ സ്മരണാർത്ഥം സ്മരണിക സ്റ്റാമ്പും നാണയം എന്ത് ചെയ്തിട്ടുണ്ട് പുറത്തിറക്കിയിട്ടുണ്ടെന്നുകൂടി എന്ത് ചെയ്യാം ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഇത്രയാണ് പൈക്ക കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത് പ്രധാനപ്പെട്ട 1857 മുൻപ് പ്രധാനമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മേജർ റിവോൾട്ട്സ് ആണ്, പ്രധാനപ്പെട്ട റിബല്യൻസ് ആണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 4 റിബല്യൻസ് ആണ് നോക്കി, അല്ലെങ്കിൽ 4 എന്താണ് പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളാണ് നമ്മൾ നോക്കിയത്. സന്യാസി റിബല്യൻ നോക്കി. അതിനുശേഷം നമ്മൾ നോക്കിയ ഏതായിരുന്നു സന്യാസി റിബല്യൻ കഴിഞ്ഞു. അതിനുശേഷം പോളിഗർ കലാപം, ദെൻ വെല്ലൂർ മ്യൂട്ടണി, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയതായിരുന്നു പൈക്ക കലാപം. അപ്പോൾ ഈ 4 കാര്യങ്ങളും